ചെൽസി യു ഹാവ് എ ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ്. അങ്ങനെയാണ് അത്ലറ്റിക്കിൻ്റെ ചെൽസി കറസ്പോണ്ടൻ്റായ സൈമൺ ജോൺസൺ എഴുതി വെച്ചത്. കാരണം ശാപം പിടിച്ച് ഡിസംബർ അവസാനിച്ചിരിക്കുന്നു എന്നതിൽ ചെൽസിക്ക് ആശ്വസിക്കാം. പക്ഷേ അതിലും സങ്കീർണമായ ജനുവരി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വെറും 2 ജയങ്ങൾ മാത്രമാണ് ചെൽസിക്ക് ഡിസംബറിൽ നേടാൻ കഴിഞ്ഞത്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മറസ്കിയുടെ സീറ്റിനും ചെറിയ കോട്ടങ്ങൾ തട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും ചെൽസിയുടെ പരിശീലക്കുപ്പായം അത്ര സേഫ് അല്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ. മോശം പെർഫോമൻസ്, മാനേജ്മെൻറ്റുമായുള്ള പ്രശ്നങ്ങൾ ഒന്നും ചെൽസി വെച്ച് ഉറപ്പിക്കാറില്ല. ക്ലബിന് ആദ്യ ലോകകപ്പ് സമ്മാനിച്ച പരിശീലകന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് ചെൽസി ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത്. കഴിഞ്ഞ സീസണിൻ്റെ അവസാനം നേടിക്കൊടുത്ത ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടാണ് മറസ്കിയുടെ ചെൽസി പരിശീലന സ്ഥാനത്തിന് ഉറപ്പ് നൽകിയത്. പിന്നാലെ വന്ന കോൺഫറൻസ് ലീഗ് ട്രോഫി ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ ജൂണിലെ ക്ലബ് ലോകകപ്പ് ബോണസായിട്ടാണ് ചെൽസി മാനേജ്മെന്റ് കണ്ടത്. അതോടെ സീസണിന് മുന്നോടിയായി വലിയ പ്രതീക്ഷകളായിരുന്നു ചെൽസി ആരാധകർക്ക്. തങ്ങളെ സ്വയം ടൈറ്റിൽ കണ്ടൻഡേഴ്സ് ആയിട്ടാണ് അവർ കണ്ടത്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം പെർഫോമൻസ് അത്ര കണ്ട് തൃപ്തികരമല്ല. ചിലപ്പോൾ തോന്നും പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെ വെല്ലാൻ പോകുന്നൊരു ടീമുണ്ടെന്ന്. എന്നാൽ ചിലപ്പോൾ ടോപ്പ് 4-ൽ പോലും എത്താൻ പാടായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു ചെൽസിയുടെ നിലവിലെ സീസൺ. ഡിസംബറിന് മുമ്പ് ആഴ്സണലിന് തൊട്ടു പിന്നാലെ പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിലുണ്ടായിരുന്ന ടീം ഇപ്പോൾ ടോപ്പ് 4-ൽ പോലുമില്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിലെ സീസണിലെ പെർഫോമൻസും മാനേജ്മെൻറ്റുമായുള്ള അഭിപ്രായ ഭിന്നതകളും മറസ്കയുടെ കാര്യങ്ങൾ കുറച്ച് അവതാളത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ ലെസ്റ്ററിൽ നിന്ന് എൻസോ മറസ്കയെ ടീമിലെത്തിക്കുമ്പോൾ ക്ലബിൻ്റെ പ്രൊജക്റ്റ് വ്യക്തമായിരുന്നു. ടീമിൽ ആര് കളിക്കണം, എങ്ങനെ കളിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് മറസ്കെ ആയിരിക്കും. പക്ഷേ ബാക്ക്റൂം സ്റ്റാഫ്, ടീമിൻ്റെ ട്രാൻസ്ഫർ പോളിസി എല്ലാം തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റ് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തൻ്റെ മുന്നിൽ വെച്ച് തരുന്ന താരങ്ങളെ വെച്ച് റിസൾട്ട് ഉണ്ടാക്കുക എന്നതാണ് മറസ്കയുടെ ജോലി. ലോകോത്തര യുവതാരങ്ങളെ ടീമിലെത്തിക്കുക എന്നതാണ് ചെൽസിയുടെ നിലവിലെ ട്രാൻസ്ഫർ പോളിസി. സ്വന്തം ടീമിലേക്കും സിസ്റ്റർ ക്ലബ്ബായ സ്ട്രാസ്ബർഗിലേക്കുമായി നിരവധി യുവ പ്രതിഭകളെ എത്തിക്കാൻ അവർക്കായി. എസ്റ്റാവോ, കെൻഡ്രി പായസ്, ആന്ദ്രേ സാന്റോസ്, അടുത്ത സീസണിൽ ടീമിലെത്താൻ പോകുന്ന ജിയോവനി കണ്ട, കസാഖ് താരം ഡസ്റ്റൻ സാറ്റ്പേയോ എല്ലാം അതിനുദാഹരണമാണ്. പക്ഷേ BBC വൃത്തങ്ങളനുസരിച്ച് മറസ്കിയുടെ പ്രശ്നം താരങ്ങളുടെ ക്വാളിറ്റിയോ മെച്യൂരിറ്റിയോ ഒന്നുമല്ല. യുവതാരങ്ങളെ വെച്ച് താൻ നേടുന്ന നേട്ടങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നതാണ്. 23 വയസ്സ് ശരാശരി പ്രായമുള്ള ടീമിനെ വെച്ച് അത്രയും ഫിസിക്കലായ ലീഗിൽ ടോപ്പ് 4-നായി മത്സരിക്കുക എന്നത് വലിയ കാര്യമായിട്ടാണ് മറസ്ക കാണുന്നത്. പരിക്കുകളും നിലവിലെ സീസണിൽ മറസ്കയ്ക്ക് വില്ലനായിട്ടുണ്ട്. സീസണിന് മുന്നോടിയായി ലെവി കോൾവിൻ, സീസണിൻ്റെ തുടക്കത്തിൽ സ്റ്റാർ പ്ലെയർ കോൾ പാൽമർ, പിന്നീട് ലിയാം ഡെലപ്പിനും പരിക്കേറ്റു. എന്നാൽ അവരുടെ സീസണിലെ ഏറ്റവും വലിയ എതിരാളികൾ അവർ തന്നെയാണ്. അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടിയ മഞ്ഞ കാർഡുകൾക്കും ചുവപ്പ് കാർഡുകൾക്കും മൂലം പല മത്സരങ്ങളും 10 പേരുമായി ചുരുങ്ങിയാണ് അവർ അവസാനിപ്പിക്കുന്നത്. നിരന്തരമായി മറസ്ക ടീം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നിരന്തരമായ പോയിന്റും ഡ്രോപ്പ് ചെയ്യുന്നു. എന്നാൽ തൻ്റെ പ്രകടനത്തിന് അംഗീകാരം നൽകുന്നില്ല എന്നാണ് മറസ്കയുടെ വാദം. നവംബറിൽ ബാഴ്സയെ തോൽപ്പിച്ചു. പിന്നാലെ ആഴ്സണലുമായി സമനില പിടിച്ചു. അന്ന് ടൈറ്റിൽ റേസിൽ ഞങ്ങളുമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ചെൽസി ആരാധകർക്ക് ഇപ്പോൾ 1 മാസത്തിന് ശേഷം അത് മാറ്റിപ്പറയേണ്ട അവസ്ഥയായി. ഡിസംബറിൽ കളിച്ച 8 മത്സരങ്ങളിൽ 2 ജയം, 3 തോൽവി, 3 സമനില. മിക്ക മത്സരങ്ങളിലും 2-ൽ കൂടുതൽ ഗോളുകൾ വഴങ്ങി. നിലവിൽ ലീഗിൽ 5-ാം സ്ഥാനത്തുള്ള ചെൽസിക്ക് ഡിസംബർ കഴിഞ്ഞെന്ന ആശ്വാസമുണ്ടായിരിക്കും. പക്ഷേ ജനുവരിയിൽ അവരെ കാത്തിരിക്കുന്നത് വമ്പൻ മത്സരങ്ങളാണ്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി, ലീഗ് കപ്പ് സെമിഫൈനലിൽ ആഴ്സണൽ, ചാമ്പ്യൻസ് ലീഗിൽ നാപ്പോളി. അങ്ങനെ ചെൽസിയുടെ ജനുവരി ഫിക്സറുകളും കടുപ്പമേറിയതാണ്. അതേസമയത്താണ് മറസ്കിയുടെ ചെൽസി മാനേജ്മെൻറ്റുമായുള്ള അസ്വാരസ്യങ്ങളുടെ കഥ പുറത്തു വരുന്നത്. എന്തായാലും അതികഠിനമായ ജനുവരി മാസമാണ് ചെൽസിയെ കാത്തിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ 2 മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ഒഴിവാക്കാൻ സാധിക്കൂ. ചെൽസിയുടെ സീസണിനെയും എൻസോ മറസ്കിയുടെ ഭാവിയും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മാസമായിരിക്കും ജനുവരി. സഹപരിശീലകൻ വില്ലി കബയേറോ പറഞ്ഞതനുസരിച്ച് പുതിയ വർഷത്തെ പുതിയ തുടക്കമായിട്ടാണ് ചെൽസി താരങ്ങൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബറിലെ ശാപം ജനുവരിയിൽ തുടരുമോ അതോ ചെൽസി തിരിച്ചു വരുമോ? കാത്തിരുന്ന് കാണാം.